വന്ദനം. കുടുംബം നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെയും പരസ്പര ദാനത്തിന്റെയും ഇടം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കുടുംബത്തെ ഗാർഹിക സഭ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കുടുംബമാണ് ആദ്യത്തെ വിശ്വാസ പരിശീലന കളരി. മാതാപിതാക്കളാണ് ആദ്യത്തെ വിശ്വാസ പരിശീലകർ. അപ്പനും അമ്മയും മക്കളും ഒന്നിച്ചുള്ള സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പങ്കുവെപ്പിന്റെയും ഇടമായ കുടുംബത്തിൽ നിന്നാണ് ദൈവകൃപയുടെ നീർച്ചാൽ ഒഴുകിയിറങ്ങുന്നത്. അങ്ങനെ ഒരുമയുള്ള കുടുംബത്തിൽ നിന്നാണ്, പ്രാർത്ഥനയുള്ള കുടുംബത്തിൽ നിന്നാണ്, വിശ്വാസാധിഷ്ഠിതമായ കുടുംബത്തിൽ നിന്നാണ് നല്ല ദൈവവിളികൾ രൂപപ്പെടുന്നത്. ദാവീദ് രാജാവ് ഇപ്രകാരം പ്രാർത്ഥിച്ചിട്ടുണ്ട്: അടിയേറ്റ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അവിടുത്തെ അനുഗ്രഹത്താൽ അടിയേറ്റ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. ത്യാഗപൂർണമായ പ്രാർത്ഥനയുടെയും ഈശോയ്ക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ജീവിതത്തിന്റെ ഫലമാണ് ഓരോ കുടുംബത്തിൽ നിന്നും രൂപപ്പെടുന്ന ദൈവവിളികൾ. ഇന്ന് ദൈവവിളികൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനമാണ്. അതിന് ഒരു ഉത്തരമേ ഉള്ളൂ: കുടുംബത്തിൽ പ്രാർത്ഥനയില്ല. അപ്പനും അമ്മയും മക്കളും ഒന്നിച്ചുള്ള സ്നേഹ ബന്ധമില്ല. സ്നേഹത്തിന്റെ ഊഷ്മളത നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബാന്തരീക്ഷം രൂപപ്പെടുത്താൻ കഴിയുന്നില്ല. ഇന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാ കുടുംബങ്ങളും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പണ്ട് സന്ധ്യയാകുമ്പോൾ പ്രാർത്ഥനകൾ ഉയരുന്ന കുടുംബങ്ങളിൽ നിന്ന് ഇന്ന് സോഷ്യൽ മീഡിയയുടെ ശബ്ദം മാത്രമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ജോലി തിരക്കുകളും അതിലുപരി മനുഷ്യനെ മറന്നുകൊണ്ട് അവൻ ചെറിയ ഉപകരണങ്ങൾക്ക് മുകളിലായിരുന്നുകൊണ്ട് തന്റെ സമയവും കഴിവും എല്ലാം നഷ്ടപ്പെടുത്തി സ്നേഹിക്കുവാനും പങ്കുവെക്കുവാനും മറന്നു പോകുന്നു. ഇന്ന് വിശുദ്ധമായ കുടുംബങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒത്തിരി വിശുദ്ധർ ഈ കാലഘട്ടത്തിൽ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കുടുംബമാണ്. വളരെ ഉദാഹരണമായി നമുക്ക് പറയാൻ സാധിക്കും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ കുടുംബം. ലൂയിസ് മാർട്ടിന്റെയും സിലിക്കറിന്റെയും പ്രാർത്ഥന നിറഞ്ഞ ത്യാഗപരമായ ജീവിതത്തിന്റെ ഫലമായി എല്ലാ മക്കളും സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു: ഞാൻ ഒരു വൈദികനായി, ഒരു മെത്രാനായി, ഒരു മെത്രാപ്പൊലീത്തയായി ഇന്ന് ഒരു മാർപ്പാപ്പയായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്റെ അപ്പനാണ്. വളരെ കഷ്ടപ്പാടുകൾക്കിടയിൽ നിന്നാണ് കാർലോ വളർന്നു വന്നത്. പാറമടയിലെ ജോലിയിൽ നിന്ന് ഇന്ന് പരിശുദ്ധ സിംഹാസനം വരെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അലങ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കണ്ണു തുറക്കുമ്പോൾ അദ്ദേഹം കാണുന്നത് മുട്ടുകുത്തി കൈവരിച്ചു നിൽക്കുന്ന തന്റെ അപ്പനെയാണ്. വിശുദ്ധ മദർ തെരേസ ഇന്ത്യയിലേക്ക് കടന്നു വന്ന് പാവങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിശുദ്ധ മദർ തെരേസ പറയും അതിന് കാരണം എന്റെ അമ്മയാണ്. ആഗ്നസിനെ മദർ തെരേസയാക്കാൻ കാരണമായത് ഒരു അമ്മയുടെ ഇടപെടലാണ്. ദൈവവഴിയുടെ ശക്തിയും സ്രോതസ്സും എല്ലാം കുടുംബമാണ്. ഇന്ന് ലോകം മുഴുവനും പാപത്തിനും തിന്മയ്ക്കും അടിമപ്പെട്ട് കഴിയുമ്പോൾ വിശ്വാസമില്ലാതെ, ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തു സ്നേഹമില്ലാതെ അലഞ്ഞു തിരിയുമ്പോൾ അതരങ്ങളിലേക്ക് ദൈവസ്നേഹ തിരുനാളുമായി ഒരു മകനോ മകളോ കടന്നു ചെല്ലണമെങ്കിൽ അവരെ ഒരുക്കുന്ന ഒരു കുടുംബം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ വേദന അനുഭവിക്കുന്നവർക്ക് ആശ്വാസമാകാം. ക്രിസ്തു പറഞ്ഞതുപോലെ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ദരിദ്രർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായി വത്സരം പ്രഖ്യാപിക്കാൻ അവിടുന്ന് തന്നെ നിയോഗിച്ചിരിക്കുന്നു. മറ്റുള്ളവർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുന്നിൽ പ്രകാശിക്കട്ടെ. മാതാപിതാക്കളുടെ വെളിച്ചം മക്കളുടെ മുന്നിൽ പ്രകാശിക്കുമ്പോൾ മക്കളുടെ വെളിച്ചം അനേകം കുടുംബങ്ങളിൽ, അനേകം വ്യക്തികളിൽ തകർന്നടിഞ്ഞ ജീവിതങ്ങൾക്ക് മുന്നിൽ പ്രകാശമായി തീരും. അതിന് നമ്മുടെ കുടുംബങ്ങളും കാരണമാകട്ടെ എന്ന് കുടുംബങ്ങളിലെ നഷ്ടപ്പെട്ടു പോയ ദൈവിക ചൈതന്യം വീണ്ടെടുത്തുകൊണ്ട്, യഥാർത്ഥ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തു എന്തിനാ ഒരു കുടുംബത്തെ രൂപപ്പെടുത്തിയോ ആ ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയും അനേകം കുടുംബങ്ങൾ ദൈവത്തിലേക്ക് വളരട്ടെ. അങ്ങനെ ധാരാളം ദൈവവിളികൾ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ ഒരുങ്ങിത്തിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്.